നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ബയോളജിയുടെ പുതിയ SSCRT ചാപ്റ്റർ വൈസ് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റാൻഡേർഡ് 6 നിവർന്നു നിൽക്കാം അല്ലെ, അതായത് അസ്ഥി വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു ക്ലാസ് പഠിച്ചു അല്ലെ. ഏതാണ് പഠിച്ചത് ഇന്നലെ? ഇന്ദ്രിയ ജാലം അല്ലെ, ഇന്ദ്രിയ ജാലം പഠിച്ചു. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ലെസൺ ആണ് നിവർന്നു നിൽക്കാം അസ്ഥി വ്യവസ്ഥ. അപ്പൊ നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളതില് ഏതൊക്കെ ലെസൺ ആണ്? മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഇന്നലെ ഏത് ലെസണാണ് എടുത്തത്? ഈ ലെസൺ എടുത്തു അല്ലെ, ചാപ്റ്റർ എടുത്തു, ഇന്ദ്രിയജാലം അതായത് പഞ്ചേന്ദ്രിയങ്ങൾ എടുത്തു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ക്ലാസ് 6 ആണ്. ക്ലാസ് 6 ചാപ്റ്റർ 3 നിവർന്നു നിൽക്കാം അസ്ഥി വ്യവസ്ഥ. അങ്ങനെ ഓരോരോ ലെസൺ ആയിട്ട് നമുക്ക് കഴിച്ചു പോവാം കേട്ടോ. അപ്പൊ മനുഷ്യ ശരീരം എന്ന വരുന്നതിലാണ് ഈ ലെസൺസ് ഒക്കെ വരുന്നത്. നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത്രയും ലെസൺസ് ആണ് കേട്ടോ നമുക്ക് ബയോളജിയിൽ പുതിയ SSCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ളത്. നോക്കാം എന്താണ് ആ ലെസണിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെയുണ്ട്. അസ്ഥികൂടം, സ്കെൽട്ടൺ. എന്താണ് അസ്ഥികൂടം എന്ന് പറയുന്നത്? നമ്മളിപ്പോ ഓരോരുത്തരും എല്ലിന് കാണുന്നപ്പോ നമ്മൾ പറയാറുണ്ട് അസ്ഥികൂടം പോലെ ഉണ്ട് എന്നൊക്കെ പറയും അല്ലെ. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. അടുത്ത നോക്ക്, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് അവ ഏതെല്ലാം ജീവികളുടെ അസ്ഥികൂടമാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിക്കേ, വവ്വാല് അല്ലെ. ഇതേതാണ്? പശുവാണ്. ഇത് മുതലയാണ്. എല്ലാ ജീവികൾക്കും അസ്ഥികൂടമുണ്ട്. അസ്ഥികൂടത്തിന് ഭാരവും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്? അപ്പൊ അതായത് മനുഷ്യനുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, ജീവികൾക്കുണ്ട്, എല്ലാവർക്കും അസ്ഥികൂടമുണ്ട്. നമുക്ക് പറക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. മൃഗങ്ങൾക്ക് പറക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ പക്ഷെ എങ്ങനെയാണ് ഈ പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. മനസ്സിലായ ചോദ്യം? വന്നു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് പ്രീവിയസ് ചോദ്യം ഒന്നും അല്ല കേട്ടോ, അറിയാണ്ട് ടിക്ക് ചെയ്ത് പോയതാണ്. പ്രീവിയസ് അല്ല, പക്ഷേ ചോദ്യങ്ങള് പുതിയ SSCRT ആയതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകൾ ഉണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. മനസ്സിലായോ? അപ്പൊ പക്ഷികൾക്ക് പറക്കാനുള്ള കാരണം പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകൾ ഉള്ളത് കൊണ്ട് ഈ അസ്ഥികൾക്ക് ഭാരം കുറവായിരിക്കും. അതുകൊണ്ടാണ് അവ പറക്കുന്നത്. പക്ഷെ നമ്മളെ പോലുള്ളവർക്കും മനുഷ്യനും ജീവികൾക്കും ഒന്നും വായു അറകളില്ല. പക്ഷെ അസ്ഥികൂടത്തിന് നല്ല ഭാരവുമുണ്ട്. അതുകൊണ്ട് നമുക്ക് പറക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറക്കും കൂടി ചെയ്താണെങ്കിൽ പിടിച്ചാൽ കിട്ടും അല്ലെ. വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏത് ജീവിയുടേതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓരോന്ന് തന്നിട്ടുണ്ട്, ABCDEF വന്നിട്ട്. അതിൽ A വന്നിട്ട് നമുക്ക് കാണാം അല്ലെ. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാ മനസ്സിലാക്കാനായിട്ട് പറ്റും. പശു. രണ്ടാമത്തേത് ഏതാണ്? B ഏതാണ്? ആടാണ്. C പൂച്ച. 4 ഏതാ? കൊക്ക് അല്ലെ. D കൊക്കാണ്. E വന്നിട്ട് പല്ലിയാണ്. F വന്നിട്ട് മത്സ്യമാണ്. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലെ. ചില പക്ഷികൾക്ക് മാത്രമാണ് പറക്കാൻ കഴിയുന്നത്. വലിയ ശരീരം, ഭാരമേറിയ എല്ലുകൾ, ചെറിയ ചിറകുകൾ എന്നിവ കാരണം ചില പക്ഷികൾക്ക് പറക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ എങ്കിൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? പെൻഗ്വിൻ, ഒട്ടകപക്ഷി, എമു, കിവി, കാസവരി. പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ഉദാഹരണമാണ് പെൻഗ്വിൻ, ഒട്ടകപക്ഷി, എമു, കിവി, കാസവരി. പഠിച്ചു വെക്കണേ. മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കിനി മനുഷ്യനിലേക്ക് കടക്കാം. ഇപ്പൊ പക്ഷികളെ കുറിച്ച് പഠിച്ചു, ഓരോരോ ജീവികളുടെ അസ്ഥികൂടങ്ങൾ കാണിച്ചു തന്നു. അത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയില്ലേ. നമുക്കിനി നമ്മളിലേക്ക് കടക്കാം. മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്നും ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ, പഠിക്കണം. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികള്, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥികൂടം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. മനുഷ്യന്റെ, ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ അസ്ഥികൂടം എന്ന് പറയുന്നത് തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികള്, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥികൂടം. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് പഠിക്കാം. ഓരോന്നിലും എത്ര അസ്ഥികൾ ഉണ്ട് എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ തലയോട്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 22 അസ്ഥികൾ നമ്മുടെ തലയോട് കേട്ടോ. നമ്മുടെ തലയൊന്ന് മനസ്സിലാക്കണ്ടേ. അതിൽ 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. കീഴ്ത്താടി എല്ല് മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാനായിട്ട് കഴിയുന്നത് കേട്ടോ. കീഴ്ത്താടി എല്ല്, അതായത് നമ്മുടെ ഈ മുഖത്ത് നമ്മുടെ താടി, ആ എല്ല് മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. മനസ്സിലായോ? തലച്ചോറിനെ സംരക്ഷിക്കുന്നത് തലയോടാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നത് തലയോടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ പഠിച്ചില്ലേ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, കൂടെ ഏതും കൂടി പഠിച്ചത്? ത്വക്ക് പഠിച്ചു. ആ ത്വക്ക് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നത് തലയോടാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഈ 22 എന്നുള്ളത് പ്രീവിയസ് ചോദ്യമാണ്.
22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. കീഴ്ത്താടി എല്ല് മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തലച്ചോറിനെ സംരക്ഷിക്കുക. നമുക്ക് ഈ തലയോട് ഇല്ലെങ്കിൽ നമുക്ക് എന്താകും, പെട്ടെന്ന് ക്ഷതമേൽക്കും അല്ലേ? നമ്മുടെ തലയെ സംരക്ഷിച്ച് നിർത്തുന്നത്, ആ തലച്ചോറിനെ സംരക്ഷിക്കുന്നതും അല്ലെ തലയുടെ ഭാഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് ഏത് തന്നെയാണ്? തലയോട് തന്നെയാണ്. അതേപോലെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നതും തലയോടാണ്. അടുത്തത്, ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എന്താണ് ആവശ്യകത? എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്? അപകടങ്ങളിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമെറ്റ് ധരിക്കണമെന്ന് ഗുരുതരമായ പരിക്കുകളോ മരണമോ ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയുന്നു അല്ലേ? അതായത് ഇപ്പൊ നമുക്കറിയാം, കൈനോ കാലിനോ ആണ് ക്ഷതം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ചികിത്സയിലൂടെയൊക്കെ നമുക്ക് ചെയ്തു വരാം അല്ലെ? പക്ഷെ തലയ്ക്കാണ് ക്ഷതമേറ്റതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സഡൻലി ഡെത്ത് ആയിരിക്കും അല്ലേ അനുഭവപ്പെടുക. അതുകൊണ്ടാണ് എല്ലാവരും പോലീസ് നിയമങ്ങൾ എന്ത് പറയുന്നത്? ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയുന്നത്. ഇനി നട്ടെല്ല് കേട്ടോ. അപ്പൊ തലയോട്ടിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചല്ലോ. തലയോട്ടില് 22 ആണെന്നുള്ളത് പഠിച്ചു വെക്കണം, മറക്കണ്ട. ഇനി നട്ടെല്ല് നമുക്ക് എടുക്കാം. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല് എന്ന് പറയുന്നത് അല്ലെ? നട്ടെല്ല് അവൻ നട്ടെല്ല് എന്തെങ്കിലും ഒരു ഇതായിട്ട് പറയണമെങ്കിൽ നട്ടെല്ലില്ലാത്തവനാണ് പറയും അല്ലേ? അതെന്താ? നിവർന്നു നിന്നിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്തവനെയാണ് അല്ലെ നട്ടെല്ലില്ലാത്തവൻ എന്ന് പറയും. അവ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നട്ടെല്ലില് 33 ആണ് കേട്ടോ. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. ആ നട്ടെല്ലിലെ അസ്ഥികളെ പറയുന്ന പേരെന്താണ്? കശേരുക്കൾ എന്നാണ് കേട്ടോ. നട്ടെല്ലിലെ അസ്ഥികളെ എന്താന്ന് പറയുന്നത്? കശേരുക്കൾ എന്നാണ് പറയുന്നത്. എത്ര കശേരുക്കൾ ഉണ്ട്? 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല് എന്ന് പറയുന്നത് കേട്ടോ. നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിലൂടെയാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നാഡീവ്യൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിലൂടെയാണ്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയിട്ടാണ് നട്ടെല്ല്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. വീണ് കഴിഞ്ഞാൽ നട്ടെല്ലിന് എന്തെങ്കിലും പരിക്കേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന കിടപ്പിൽ തന്നെ ആകും അല്ലേ? അപ്പോ നട്ടെല്ലും സുഷുമ്നയും നന്നായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. നട്ടെല്ലും സുഷുമ്ന 33 മനസ്സിലാക്കണം. നട്ടെല്ല് പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടത് കശേരുക്കൾ പഠിക്കണം, സുഷുമ്ന നാഡി പഠിക്കണം, പിന്നെ 33 എന്നുള്ളത് പഠിക്കണം. ഇത് 3 നട്ടെല്ലിന്റെ ചോദ്യങ്ങളിൽ വരുന്നത്. നട്ടെല്ലിലെ അസ്ഥികളെ പറയുന്ന പേരാണ് കശേരുക്കൾ എന്ന് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ലിലെ അസ്ഥി എന്ന് പറയുന്നത്. നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള സുഷുമ്ന നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിലൂടെയാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വാരിയെല്ലാണ് കേട്ടോ. നമ്മൾ 2 എണ്ണം പഠിച്ചു. എന്താണ്? തലയോടും പഠിച്ചു, നട്ടെല്ലും പഠിച്ചു. വാരിയെല്ല് നോക്കിയാലോ. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. എത്ര ജോഡിയാണ്? 12 ജോഡി. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലാണ്. പഠിച്ചു വെക്കണം മക്കളെ. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വാരിയെല്ല് എന്ന് പറയുന്നത് നമ്മുടെ പിന്നിലുള്ള നട്ടെല്ലിനോടും മുന്നിലുള്ള മാറലിനോടും ബന്ധിപ്പിച്ചതാണ് നമ്മുടെ വാരിയെല്ല് മനുഷ്യനിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുണ്ട്. 12 ജോഡി എന്ന് പറയുമ്പോൾ 24 അല്ലെ? 24 എണ്ണം കേട്ടോ. എണ്ണം ചോദിക്കുകയാണെങ്കിൽ 24, ജോഡിയാണെങ്കിൽ 12. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ എന്നിവയെ സംരക്ഷിച്ചിരിക്കുന്നത് വാരിയെല്ലാണ് കേട്ടോ. നട്ടെല്ല് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സുഷുമ്നാ നാഡി പറഞ്ഞു അല്ലെ? നട്ടെല്ല് എന്ന് പറഞ്ഞപ്പോൾ സുഷുമ്നാ നാഡി എന്ന് പറഞ്ഞു. പക്ഷെ വാരിയെല്ല് എന്ന് പറയുമ്പോൾ ഹൃദയം, ശ്വാസകോശം, രക്തക്കുഴലുകൾ ഇതിനൊക്കെ പൊതിനെ സംരക്ഷിക്കുന്നത് വാരിയെല്ലാണ്. വാരിയെല്ല് സ്ഥിതി ചെയ്യുന്നത് പിന്നിൽ നട്ടെല്ലിനോട് ചേർന്നും മുന്നിൽ മാറലിനോടുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. തലയോട്ടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞത് നേരത്തെ? 22 അല്ലെ? തലയോട്ടിനെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? കീഴ്ത്താടി അല്ല, അതും പറഞ്ഞതാണ്. നട്ടെല്ലിൽ എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 കശേരുക്കൾ ചേർന്നതാണ്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ലാണ്. നെക്സ്റ്റ് നട്ടെല്ലിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? നട്ടെല്ല് സുഷുമ്നാ നാഡിയെ സംരക്ഷിക്കുന്നു, ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. നേരത്തെ തന്നതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് കേട്ടോ. നട്ടെല്ലിന്റെ പ്രധാനപ്പെട്ട ധർമ്മം നമ്മൾ നേരത്തെ പറഞ്ഞു. നട്ടെല്ല്, സുഷുമ്നാ നാഡി, കശേരുക്കള് നമ്മൾ പറഞ്ഞു. അത് മറക്കരുത് കേട്ടോ. 33 എന്നും പറഞ്ഞു അല്ലെ? തലയോട് 22 എന്ന് പറഞ്ഞു. ഇനി അതേപോലെ
വാരിയൽ എത്രയാ പറഞ്ഞ 12 ജോഡി എന്ന് പറഞ്ഞു, അതായത് 24 എണ്ണം. ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിന് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാന്ന് ചോദിച്ചാൽ അത് വാരിയല്ലാണ്. തലയോടിനാൽ പൊതിന് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? തലച്ചോറ്, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്. ഓക്കെ, പഠിച്ചു വെക്കണം. മനുഷ്യ ശരീരത്തിലെ ഓരോ കയ്യിലും എത്ര അസ്ഥിയുണ്ട്? പ്രീവിയസ് ചോദ്യമാണ്. മനുഷ്യന്റെ ഓരോ കയ്യിലും 32 അസ്ഥികൾ വീതമാണ്. ഓരോ കയ്യിലും 32 അസ്ഥികൾ. അപ്പൊ എത്ര വരും? 32 വെച്ചിട്ട് കണക്കാക്കുക കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഓരോ കയ്യിലും എത്ര അസ്ഥികൾ എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഓരോ കയ്യിലും 32 അസ്ഥികൾ വീതമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഒരു കാലിൽ എത്ര അസ്ഥികളുണ്ട്? ഒരു കാലിൽ 31. കയ്യിൽ 32, കാലിൽ 31. കാല് 31, കൈ 32. ഓക്കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കാം? അല്ലെ, കാലിലെ അസ്ഥിക്ക് ബലം കുറവാണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്നതിനാൽ നമ്മുടെ കാലുകളിലെ അസ്ഥികൾ നമ്മുടെ കൈകളിലെ അസ്ഥികളേക്കാൾ ശക്തമാണ്. ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികൾ ഉണ്ടാകും? പ്രീവിയസ് ചോദ്യമാണ്. 300 അസ്ഥിയാണ് കേട്ടോ. ജനന സമയത്ത് 300 അസ്ഥിയാണ്. നമ്മുടെ ശരീര വളർച്ച വരുംതോറും അസ്ഥികളുടെ എണ്ണം കൂടുകയല്ല ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 206. ഓക്കെ, ജനന സമയത്ത് 300 ആണെങ്കിൽ നമ്മുടെ ശരീരം വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലല്ല, കുറയാണ് ചെയ്യുന്നത്. അത് 206 ആയിട്ടാണ് മാറുക. മനുഷ്യ ശരീരത്തിൽ ഓരോ ഭാഗത്തും കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം തിട്ടപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ബോക്സുകളാണ്, പഠിച്ചു വെക്കൂ. നട്ടെല്ലിൽ എത്രയാ നമ്മൾ പറഞ്ഞത്? 33 അല്ലേ. നട്ടെല്ല് എത്രയാണ്? 33. രണ്ട് കയ്യിലും കൂടിയിട്ട്, ഒരു കയ്യിൽ എത്രയാ പഠിച്ചത്? 2. ഒരു കയ്യിൽ 32 പറഞ്ഞു. അപ്പൊ രണ്ട് കയ്യിൽ എത്രയാണ്? 64. രണ്ട് കാലിലും കൂടിയിട്ട് 62. 31 + 31 അല്ലേ. കയ്യിൽ എത്രയാ പറഞ്ഞത്? 32 അല്ലേ. ഒരു കയ്യിൽ 32 ആണെങ്കിൽ മറ്റേ കയ്യിൽ 32, 64. ഒരു കാലിൽ 31, അടുത്ത കാലും കൂടി 31 ആകുമ്പോൾ 62. മാറെല്ലിൽ എത്ര അസ്ഥിയാണ്? ഒരു അസ്ഥിയാണ്. വാരിയെല്ലിൽ നമ്മൾ പറഞ്ഞു 12 ജോഡി എന്ന് പറഞ്ഞു. ജോഡി ആണെങ്കിൽ 12, എണ്ണം ചോദിച്ചാൽ 24. തലയോട്ടിൽ എത്രയാണ്? 22. ടോട്ടൽ 206. ഓൾ പിക്യു ആണ്. ഓൾ പിക്യു ആണ് മക്കളെ, പഠിക്കണേ. നട്ടെല്ലിൽ എത്രയാണ്? 33. നട്ടെല്ല് 33. രണ്ട് കയ്യിലും കൂടി 64. രണ്ട് കാലിലും കൂടി 62. കാലിലാണ് അസ്ഥികളുടെ എണ്ണം കുറവ് എന്ന് പഠിക്കണം. കയ്യിലാണ് കൂടുതൽ. കാലില് ബലം കൂടുതലാണ് എന്ന് പഠിക്കാം. മാറല് 1, വാരിയിൽ 24, തലയോട്ടിയിൽ 22. ടോട്ടൽ 206 അസ്ഥി. അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അസ്ഥികൂടം ശരീരത്തിന് ആകൃതി നൽകുന്നു, ബലം നൽകുന്നു, ചലനത്തിന് സഹായിക്കുന്നു, അവയവങ്ങളെ സംരക്ഷിക്കുന്നു, നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഓരോ അസ്ഥിയിലെയും ടോട്ടൽ 206 അസ്ഥിയുണ്ട്. ഈ അസ്ഥികളുടെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, അസ്ഥികൂടം ശരീരത്തിന് ആകൃതി നൽകുന്നു, ശരീരത്തിന് ബലം നൽകുന്നു, അസ്ഥികൾ ചലനത്തിന് സഹായിക്കുന്നു, ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുന്നു, നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. അപ്പോ അസ്ഥികൾ എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിച്ചു. ഇനി എന്താണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്? നമ്മളൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായ ഒരു കമന്റ് ആണ്. ഒന്നും അറിയില്ല അല്ലെ, വെറുതെ വായിച്ചു പോവാണ് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊരു കമന്റ് കണ്ടു. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോ ചെറിയ മിസ്റ്റേക്കുകൾ വരും. അറിയാത്തതിന്റെ കുഴപ്പമല്ല. ചിലപ്പോ നമ്മള് മനുഷ്യനല്ലേ, പല പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയങ്ങളിലും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണല്ലോ നമ്മൾ ഓരോരുത്തരും. നല്ല വിഷമം ഉണ്ടാക്കിയ ഒരു മെസ്സേജ്, ഒന്നും അറിയില്ല അല്ലേ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കണ്ടു. അപ്പൊ വായിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കോൺസെൻട്രേഷൻ ഒന്ന് മാറിയാൽ മതി, അപ്പൊ നമ്മുടെ ആ പറഞ്ഞതിലൊരു ഇത് വരും. അങ്ങനെ വന്നിട്ടുള്ള ഒരു തെറ്റ് തന്നെ ആയിരിക്കാം. തെറ്റിനെ ഏറ്റു പറയുന്നു. പക്ഷെ ചൂണ്ടിക്കാണിച്ചു തന്നതാണെങ്കിൽ ഓക്കെ. നമ്മൾ എത്രയും നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് വളരെയധികം ഹർട്ട് ചെയ്തു. പോട്ടെ. അപ്പൊ എന്താണ് തരുണാസ്ഥികൾ? എന്താണ് തരുണാസ്ഥികൾ? അസ്ഥികളെ പോലെ തന്നെ അപ്പൊ നമ്മൾ അസ്ഥികൾ എന്താണെന്നുള്ളത് വ്യക്തമായി പഠിച്ചു. അപ്പൊ എവിടെയൊക്കെ എത്ര അസ്ഥികളുണ്ട് എന്നൊക്കെ പഠിച്ചു. ഇനി എന്താണ് തരുണാസ്ഥികൾ? സെപ്പറേറ്റ് ആയിട്ട് മാറ്റി പഠിക്കണം കേട്ടോ. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. ശരീരത്തിന് ഈ ഒരു വാക്കുകൾ എന്ന് ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ട് അടക്കം എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് അറിയോ? അത് ശ്രദ്ധിക്കണേ. താങ്ങും ബലവും അല്ലെ, താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. എല്ലുകളേക്കാൾ മൃദുവായ ഇവ മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളിലും കാണപ്പെടുന്നു. അപ്പൊ എല്ലുകളേക്കാൾ മൃദുവാണ് ഏത്? തരുണാസ്ഥി എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ഒക്കെ കൺഫ്യൂഷൻ വരാൻ പാടില്ല.
അപ്പൊ താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗമാണ് തരുണാസ്ഥി. ഇതൊന്ന് പഠിച്ചോ. അതേപോലെ എല്ലുകളേക്കാൾ മൃദുവായതുമാണ് മനുഷ്യ ശരീരത്തിലും ജന്തു ശരീരങ്ങളിലും കാണപ്പെടുന്നുണ്ട്. 2 തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല്, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ. വരുന്ന എത്ര ഉണ്ട് നോക്കിക്കേ. കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല്, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ. ചെവി, മൂക്ക്, ശ്വാസനാളം. ഓക്കെ, ഈ ഇതിന്റെ ഇടകളിലാണ് എന്ത് കാണപ്പെടുന്നത്? തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. ഇപ്പൊ തരുണാസ്ഥി എന്താന്ന് നോക്കിയല്ലോ. ഇനി എന്താണ് അസ്ഥിസന്ധി? 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി. അപ്പൊ സന്ധി എന്ന് പറയുമ്പോൾ കൂടിച്ചേരുന്ന ഭാഗം അല്ലെ. അപ്പൊ 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികൾ ഉണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും ഉണ്ട്, കഴിയാത്തവയും ഉണ്ട്. ഓക്കെ, അതിലാണ് നമ്മൾ കീലസന്ധി, വിജാഗിരി സന്ധി ഒക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ അല്ലെ. പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. അപ്പൊ അസ്ഥിസന്ധിയിൽ തന്നെ ചലിപ്പിക്കാൻ കഴിയുന്നവയും ഉണ്ട്, കഴിയാത്തവയും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് വരും, പഠിക്കണം കേട്ടോ. അസ്ഥിസന്ധികളെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. വിജാഗിരി സന്ധി. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധി. പ്രീവിയസ് ചോദ്യമാണ്. വിജാഗിരി സന്ധി കാണപ്പെടുന്നത് നമ്മുടെ കൈയുടെ മുട്ടിലും കാലിന്റെ മുട്ടിലും കാണപ്പെടുന്ന അസ്ഥിയെ പറയുന്ന പേരാണ് വിജാഗിരി സന്ധി. ഓക്കെ, അതേപോലെ നോക്കിക്കേ. വിജാഗിരി, കൈമുട്ട്, കാൽമുട്ട് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ വിജാഗിരി സന്ധിയുടെ പ്രത്യേകത കൈമുട്ടിലും കാൽമുട്ടിലും എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇതിനെ ചലിപ്പിക്കാനായിട്ട് കഴിയൂ. ഇനി എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ചോദ്യങ്ങൾ വരാട്ടത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള മനുഷ്യ ശരീരത്തിലെ സന്ധി ഏതെന്ന് ചോദിച്ചാൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം ബോൾ, മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റ്. കുഴി എന്ന് പറയുമ്പോൾ സോക്കറ്റ് രീതിയിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥി സന്ധി കാണപ്പെടുന്നത്. നമ്മുടെ തോളിലും ഇടുപ്പിലും കാണപ്പെടുന്ന സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഇനി നമ്മുടെ ശരീരത്തിൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തോള്, ഇടുപ്പ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം സോക്കറ്റ് ബോള്, മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റും തിരിയുന്നു. എന്താണ് പിവട്ട് സന്ധി? ഒരു അസ്ഥി മറ്റൊന്നിൽ നിന്ന് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. ഇത്തരം അസ്ഥിസന്ധികളാണ് പിവട്ട് സന്ധി. പിവട്ട് കേട്ടോ. പിവട്ട് എന്താ? ഒരു അസ്ഥി എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് നീങ്ങും, പിന്നോട്ട് നീങ്ങും, വശങ്ങളിലേക്ക് നീങ്ങും. ഇതിനൊക്കെ കഴിവുള്ള സന്ധിയാണ് പിവട്ട് സന്ധി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ പഠിക്കാം. വിജാഗിരി സന്ധി കാണപ്പെടുന്നത് കൈമുട്ട്, കാൽമുട്ടിലാണ്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി തോളിലും ഇടുപ്പിലുമാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇനി പിവട്ട് സന്ധി കഴുത്തില് കേട്ടോ. പിവട്ട് സന്ധി കാണപ്പെടുന്നത് എവിടെയാണ്? കഴുത്തിലാണ് കേട്ടോ. പിവട്ട് കഴുത്ത്. മുന്നോട്ട്, ബാക്കോട്ട്, സൈഡിലേക്ക് കഴുത്തൊന്നാക്കിക്കേ. ഒരു അസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. ഇനി എന്താണ് അസ്ഥിഭംഗം? അല്ലെ, അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനുമാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. വിവിധ തരം അസ്ഥിഭംഗങ്ങൾ 3 തരത്തിലുണ്ട് കേട്ടോ. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം, അതായത് സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ഫ്രാക്ചർ അഥവാ ലഘുഭംഗം എന്ന് പറയുന്നത് അസ്ഥിക്ക് പൊട്ടല് അല്ലെങ്കിൽ ഒടിവ് അല്ലെങ്കിൽ അസ്ഥികളുടെ സ്ഥാനം മാറുക, ഇതൊക്കെയാണ് ലഘുഭംഗം. ഇനി അസ്ഥി പൊട്ടിയിട്ട് മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന ഇതാണ് എന്ത് പറയുന്നത്? പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗം ആണ്. അത് വിഷമഭംഗമാണ് അല്ലെ. വിഷമഭംഗം. അസ്ഥി പൊട്ടിയിട്ട് മാംസപേശികളൊക്കെ തുളച്ച് പുറത്തേക്ക് വരുന്നത് അല്ലെ, കോമ്പൗണ്ട് ഫ്രാക്ചർ, അത് വിഷമഭംഗമാണ്. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്കും മുറിവുണ്ടായിരിക്കും. കാരണം മാംസപേശികളൊക്കെ തുളച്ച് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അല്ലെ. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. അപ്പൊ ലഘുഭംഗം ഉണ്ട് അല്ലെ.
ലഘുഭംഗം. ലഘുഭംഗം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഒരു പൊട്ടല് അല്ലെങ്കിൽ ഒരു ഒടിവ് അല്ലെങ്കിൽ സ്ഥാനം മാറ്റം, അതാണ് ലഘു. ലഘു പറയുമ്പോൾ ചെറുതായിട്ട്. എന്നാൽ വിഷമഭംഗം അല്ലെ, വിഷമഭംഗം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അസ്ഥി പൊട്ടിയിട്ട് മാംസപേശികൾ തുളച്ച് പുറത്തേക്ക് വരുന്നത്. ഇനി സങ്കീർണം അല്ലെ, സങ്കീർണ ഭംഗം, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തില് ആന്തരാവയവങ്ങൾക്കടക്കം മാറ്റില്ലേ, അസ്ഥികൾ ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്കടക്കം ക്ഷതം സംഭവിക്കുന്നതാണ് ഏത് പറയുന്നത്? കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന്. ഇനി അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പരിക്കേറ്റ ഭാഗത്ത് വേദന, അതുപോലെ പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം, സമാന ഭാഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഒടിവോ ചതവൊക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുക. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്താണ് പ്രഥമ ശുശ്രൂഷ നൽകുന്നത്? പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ചിട്ട് കെട്ടാം. മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലക കൊണ്ട് സ്പ്ലിന്റ് ഉണ്ടാക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു കമ്പിയിടുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ച് നോക്കരുത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ഇനി എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൻഹെം കോൺറാഡ് റോൺഷൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. റോൺഷൻ ട്ടോ, നമ്മള് റോൺഷൻ എന്ന് പഠിക്കും. വിൽഹെം കോൺറാഡ് റോൺഷൻ. അത് പൂർണ്ണമായ പേരൊന്നും നമ്മൾ പഠിക്കാറില്ല, റോൺഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റോൺഷൻ എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? റോൺഷൻ ആണ്. 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. എന്തിനാണ് പൊട്ടലുള്ള എല്ലിന് കമ്പിയിടുന്നത്? അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനും വേണ്ടിയിട്ടാണ് അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച ലോഹ കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നത്. നമ്മളെപ്പോഴും പറയും കമ്പിയിടണം. എന്തിനാ കമ്പിയിടുന്നത്? എന്തിനാണ്? അസ്ഥികളൊന്നും ഇളകാതെ നിൽക്കാനും വേഗം അവ തമ്മിൽ കൂടിച്ചേരാനും വേണ്ടിയിട്ടാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളും പോഷക സമൃദ്ധമായ ഭക്ഷണക്രമങ്ങളും പട്ടികപ്പെടുത്തുക. എല്ലാ പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? പോഷകങ്ങൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അല്ലെ. വിറ്റമിൻ ഡി, കാൽസ്യം അല്ലെ. വിറ്റമിൻ ഡി എന്തിനാ? എല്ലിന്റെ ആരോഗ്യത്തിന്. പല്ലിന് കാൽസ്യം. മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം, മുട്ട ഒക്കെ ഇതാണ് എന്താണ് ആഹാരങ്ങൾ കഴിക്കേണ്ടത്. വൈറ്റമിൻ ഡിയും കാൽസ്യം ട്ടോ. അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് കാണുന്ന ജീവികളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയത്. അപ്പൊ പുറത്ത് അസ്ഥികൂടം കാണുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് വണ്ട്, ചെമ്മീൻ. പുറന്തോട് കണ്ടിട്ടില്ലേ? ഇതിന്റെയൊക്കെ പുറന്തോട് കണ്ടോ? പുറന്തോട്, പാറ്റ, പഴുതാര, ഞണ്ട്, ഒച്ച്. ഇതിന് ഒച്ചിനൊക്കെ സ്നെയിലിനൊക്കെ കണ്ടിട്ടില്ലേ പുറന്തോട്? അതൊക്കെ എന്താണ്? അസ്ഥികൂടങ്ങളാണ്. മനസ്സിലായി? അപ്പൊ പുറത്ത് കാണപ്പെടുന്ന അസ്ഥികൂടങ്ങളുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് വണ്ട്, ചെമ്മീൻ, പാറ്റ, പഴുതാര, ഞണ്ട്, ഒച്ച്. ഇനി ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും. ഒച്ച്, ചിലതരം വണ്ട്, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നു. ഇനി ആന്തരാസ്ഥികൂടം ഉള്ളത് പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം ഉള്ളത്. ഇത് ആന്തരാസ്ഥികൂടം. അപ്പൊ പുറത്തുള്ള അസ്ഥികൂടങ്ങളുള്ളത് ബാഹ്യാസ്ഥികൂടവും ഉള്ളിലുള്ളത് ആന്തരാസ്ഥികൂടമാണ്. അപ്പൊ നിങ്ങൾക്ക് പരിചിതമായ ജീവികളെ ബാഹ്യാസ്ഥികൂടമുള്ളവ, ആന്തരാസ്ഥികൂടമുള്ളവ, ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടമുള്ളതും എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആന്തരാസ്ഥികൂടമുള്ളത് പഠിച്ചു വെക്കണം. മനുഷ്യൻ, പശു, പൂച്ച, എലി, തവള, പക്ഷി, പാമ്പ്, മത്സ്യം, ഇതിനൊക്കെ ആന്തര അസ്ഥികൂടമാണുള്ളത്. എന്നാൽ ബാഹ്യ അസ്ഥികൂടങ്ങളാണ് ഒച്ച്, വണ്ട്, ചെമ്മീൻ, പാറ്റ, പഴുതാര, മിലിസ്പീഡ്, പിന്നെ ഞണ്ട്, ചിപ്പി. ഇനി രണ്ടും ഉള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് പഠിച്ചു വെക്കണേ. ആമ, മുതല, ചീങ്കണ്ണി. ബാഹ്യ അസ്ഥികൂടവും ആന്തര അസ്ഥികൂടവും ഉള്ളത് ആമയ്ക്കും മുതലയ്ക്കും ചീങ്കണ്ണിക്കുമാണ്. ആമ, മുതല, ചീങ്കണ്ണി. ആമ, മുതല, ചീങ്കണ്ണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തതാണ് ചോദിക്കുന്നത് കേട്ടോ. പെടാത്തതാണ് ചോദ്യം. ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ഊർജ്ജം നൽകുന്നു. ആകൃതി നൽകുന്നത് അസ്ഥികൂടം നമ്മൾ നേരത്തെ പഠിച്ചാൽ ആകൃതി നൽകുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്, സംരക്ഷണം നൽകുന്നുണ്ട്, ഊർജ്ജം അല്ലേ. അപ്പൊ ഇവിടെ സ്ഥിരത നൽകുന്നു. ഇതും ഓപ്ഷനിൽ ഉള്ളതാണ്. ആൻസർ വരുന്നത് സ്ഥിരത നൽകുന്നു എന്നാണ് കേട്ടോ. സ്ഥിരത നൽകുന്നത് അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടുന്നത് ആകൃതിയും ഉറപ്പും സംരക്ഷണവും ഊർജ്ജം നൽകുന്നതുമാണ്. അതേപോലെ ഇവിടെ സന്ധികൾ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെയൊക്കെ നമുക്കൊന്നുകൂടി പഠിക്കാം. ശരിയായവ തമ്മിൽ വരച്ച് യോജിപ്പിക്കാനാണ്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്താ? ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. വിജാഗിരി സന്ധി ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു അല്ലെ. കൈമുട്ട് കാൽമുട്ടിൽ കാണുന്നതാണ് വിജാഗിരി സന്ധി. പിവട്ടോ കഴുത്തിൽ അല്ലെ. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നത്, മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും ഒക്കെ തിരിയുന്നത് കഴുത്തിലല്ലേ പിവട്ട് സന്ധി കാണപ്പെടുന്നത്. ഇത് കൈമുട്ടിലും കാൽമുട്ടിലും. കൈമുട്ട്,
കാൽമുട്ടിലാണ് വിജാഗിരി സന്ധി കാണപ്പെടുന്നത്. ഇനി അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഇതൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക? അസ്ഥികൾക്ക് ആരോഗ്യം കൊടുക്കുക. ഫുട്ബോൾ കളിക്കിടെ നിങ്ങളുടെ കൂട്ടുകാരൻ വീണ കൈക്ക് ഒടിവ് പറ്റി, നിങ്ങൾ എന്ത് പ്രഥമ ശുശ്രൂഷ നൽകും? എന്താ ചെയ്യുക? പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്രിന്റ് ഉപയോഗിച്ച് കെട്ടണം. പ്രഥമ ശുശ്രൂഷ നൽകിയ ഉടൻ ആശുപത്രി എത്തിക്കണം. ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ലെസൺ എന്ത് ചെയ്തു? ബയോളജിയിൽ മനുഷ്യ ശരീരത്തിൽ വരുന്ന രണ്ടാമത്തെ ലെസണും അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്തൊരു ലെസൺ ആയിട്ട് നാളെ കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുമായി ബന്ധപ്പെട്ട പുതിയ SCERT കൊടുത്തിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പുതിയ SCERT ഒരുപാട് ക്ലാസ്സുകൾ വേറെ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ ഉണ്ട്, മലയാളത്തിന്റെ ഉണ്ട്. എല്ലാം പ്രയോജനപ്പെടുത്തുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താഴെ കമന്റ് ചെയ്യണം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. വീഡിയോ കാണുമ്പോൾ ഹൈപ്പ് കൊടുക്കണം. നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നന്ദി.